ഹായ് ഓൾ, എല്ലാവർക്കും LGS ടോപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നടത്താൻ പോകുന്നത് ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റ് ആണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന. LGS മെയിൻ സിലബസ് പ്രകാരം ഇന്ത്യൻ ഭരണഘടന എന്ന ടോപ്പിക്കിൽ നിന്നും പഠിക്കുവാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യൻ ഭരണഘടന, അടിസ്ഥാന വിവരങ്ങൾ. അപ്പൊ ഈ എല്ലാ ടോപ്പിക്സിനെയും ബേസ് ചെയ്ത് ഓൾറെഡി നമ്മൾ ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ആ ഒരു മോക്ക് ടെസ്റ്റുകളെല്ലാം കമ്പൈൻ ചെയ്ത് ഒരൊറ്റ വീഡിയോ ആക്കി നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ റിവിഷൻ ഫലപ്രദമാക്കുവാൻ ഈ ഒരു സെക്ഷൻ നിങ്ങളെ സഹായിക്കുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ബ്രിട്ടീഷ് ഇന്ത്യയിലെ നിയമം ഏതാണ്? ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ബ്രിട്ടീഷ് ഇന്ത്യയിലെ നിയമം. ഉത്തരം ഓപ്ഷൻ ബി, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമം. ഇന്ത്യ റിപ്പബ്ലിക്കായ 1950 ജനുവരി 26 ഏത് ആഴ്ചയായിരുന്നു? 1950 ജനുവരി 26 ഏത് ആഴ്ചയായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി, വ്യാഴാഴ്ച. ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ എത്ര പട്ടികകളുണ്ട്? ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ എത്ര പട്ടികകളുണ്ട്? ഉത്തരം ഓപ്ഷൻ സി, 12. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചെയർമാൻ സ്ഥാനം വഹിച്ചിരുന്ന ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റികൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. സ്റ്റിയറിംഗ് കമ്മിറ്റിയിലും റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയിലും. മൈനോറിറ്റി സബ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം വഹിച്ചിരുന്നത് HC മുഖർജി. ഹൗസ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം വഹിച്ചിരുന്നത് പട്ടാഭി സീതാരാമയ്യ. ഇന്ത്യൻ ഭരണഘടനയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗങ്ങളായിരുന്ന DP ഗെയ്ത്താൻ, BL മിത്തർ എന്നിവർക്ക് പകരമായി പിന്നീട് അംഗങ്ങളായത് ആരെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ഡി, TT കൃഷ്ണമാചാരിയും N മാധവറാവുവും. DP ഗെയ്ത്താന്റെ മരണശേഷം TT കൃഷ്ണമാചാരി വരുന്നു. BL മിത്തർ രാജിവെച്ച ശേഷം N മാധവറാവു വരുന്നു. അടുത്ത ചോദ്യം, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആരായിരുന്നു? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി, BN റാവു. ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ ഹാള് ഇപ്പോൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? മുൻവർഷ ചോദ്യമാണ്, 2017 ചോദ്യമാണ്. ഉത്തരം ഓപ്ഷൻ സി, പാർലമെന്റിന്റെ സെൻട്രൽ ഹാൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ഒറിജിനൽ ഡോക്യുമെന്റ് തയ്യാറാക്കിയത് ഏതെല്ലാം ഭാഷകളിലാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഒറിജിനൽ ഡോക്യുമെന്റ് തയ്യാറാക്കിയത് ഏതെല്ലാം ഭാഷകളിലാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഇംഗ്ലീഷിലും ഹിന്ദിയിലും. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ വർഷം വിത്ത് ഡേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ വർഷം. ഉത്തരം ഓപ്ഷൻ എ, 1946 ഡിസംബർ 6. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൈനോറിറ്റി സബ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? തൊട്ടുമുമ്പ് നമ്മൾ ഇതിന്റെ ഉത്തരം പറഞ്ഞിരുന്നു. മൈനോറിറ്റി സബ് കമ്മിറ്റി ചെയർമാൻ. ഉത്തരം ഓപ്ഷൻ ബി, HC മുഖർജി. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആദ്യമായി സമ്മേളിച്ച തീയതി വിത്ത് ഡേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആദ്യമായി സമ്മേളിച്ച തീയതി. ഉത്തരം ഓപ്ഷൻ ബി, 1946 ഡിസംബർ 9. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ താൽക്കാലിക അധ്യക്ഷനായിരുന്ന വ്യക്തി. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ താൽക്കാലിക അധ്യക്ഷനായിരുന്നത്. ഉത്തരം ഓപ്ഷൻ സി, സച്ചിദാനന്ദ സിൻഹ. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷനായിരുന്ന വ്യക്തി. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷനായിരുന്നത്. ഉത്തരം ഓപ്ഷൻ സി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, HC മുഖർജി.
ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ഡോക്ടർ അംബേദ്കർ. ഏതിന്റെ ശുപാർശ പ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപവൽക്കരിച്ചത്? ഏതിന്റെ ശുപാർശ പ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപവൽക്കരിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി ക്യാബിനറ്റ് മിഷൻ. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ അംഗങ്ങളെ പരോക്ഷമായി തെരഞ്ഞെടുത്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഭരണഘടന അംഗീകരിച്ച തീയതി. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഭരണഘടന അംഗീകരിച്ച തീയതി. ഉത്തരം ഓപ്ഷൻ ബി 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന തീയതി. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന തീയതി. ഉത്തരം ഓപ്ഷൻ ഡി 1950 ജനുവരി 26. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ മൗലികാവകാശങ്ങൾ, ന്യൂനപക്ഷങ്ങൾ എന്നിവ സംബന്ധിച്ച ഉപദേശക സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? മൗലികാവകാശങ്ങൾ, ന്യൂനപക്ഷങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ സർദാർ വല്ലഭായി പട്ടേൽ. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി മൗലിക അവകാശങ്ങളുടെ ഉപസമിതിയുടെ തലവൻ ആരായിരുന്നു? ചോദ്യം വ്യക്തമായിട്ട് വായിക്കുക. മൗലിക അവകാശങ്ങളുടെ ഉപസമിതിയുടെ തലവൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി JB കൃപലാനി. ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? താഴെ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്ന 1, 2, 4 പ്രസ്താവനകൾ ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. അതായത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ അധ്യക്ഷൻ, അത് തെറ്റാണ്. ബാക്കിയുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ, ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി ഡോക്ടർ BR അംബേദ്കർ, മെഹർ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ പ്രമുഖ വ്യക്തി ഡോക്ടർ BR അംബേദ്കർ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കോൺഗ്രസ് കഴിഞ്ഞാൽ ഏത് പാർട്ടിക്കാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉണ്ടായിരുന്നത്? ഉത്തരം ഓപ്ഷൻ എ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അവിഭക്ത ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ അംഗബലം എത്രയായിരുന്നു? അവിഭക്ത ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ അംഗബലം എത്രയായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ 389. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലയാളികളുടെ പ്രാതിനിധ്യം എത്രയായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലയാളികളുടെ പ്രാതിനിധ്യം എത്രയായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി 17. വിഭജനത്തിന് ശേഷം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് വായിക്കുക. വിഭജനത്തിന് ശേഷം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? ഉത്തരം ഓപ്ഷൻ സി 299. സ്വതന്ത്ര ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ എത്ര അംഗങ്ങളാണ് പ്രവിശ്യകളെ പ്രതിനിധാനം ചെയ്തിരുന്നത്? ഉത്തരം ഓപ്ഷൻ സി 229. ഏത് സംസ്ഥാനത്തിനാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉണ്ടായിരുന്നത്? ഏത് സംസ്ഥാനത്തിനാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉണ്ടായിരുന്നത്? ഉത്തരം ഓപ്ഷൻ എ യുണൈറ്റഡ് പ്രൊവിൻസ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിക്ക് ആകെ എത്ര സെക്ഷനുകളാണ് ഉണ്ടായിരുന്നത്? ഉത്തരം ഓപ്ഷൻ എ 11 സെക്ഷനുകളായിരുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അംഗമല്ലാതിരുന്നത് ആരാണ്? താഴെ കൊടുത്തിരിക്കുന്നവരിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അംഗമല്ലാതിരുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി. ചോദ്യം: കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ച തീയതി. ആകെ 284 അംഗങ്ങളാണ് ഒപ്പുവെച്ചത്. ഒപ്പുവെച്ച തീയതി എന്ന് പറയുന്നത് ഓപ്ഷൻ എ 1950 ജനുവരി 24. എത്ര കാലം കൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഭരണഘടന നിർമ്മിച്ചത്? എത്ര കാലം കൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഭരണഘടന നിർമ്മിച്ചത്? ഉത്തരം ഓപ്ഷൻ എ 2 വർഷം
11 മാസം 17 ദിവസം. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ലക്ഷ്യപ്രമേയം അംഗീകരിച്ച തീയതി. ലക്ഷ്യപ്രമേയം അംഗീകരിച്ച തീയതി. ഉത്തരം ഓപ്ഷൻ എ 1947 ജനുവരി 22. ഇന്ത്യൻ ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വന്ന സമയത്ത് ഇന്ത്യയുടെ ഭരണഘടനാപരമായ സ്ഥാനം എന്തായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര ഷെഡ്യൂളുകളാണ് ഉണ്ടായിരുന്നത്? ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് വായിക്കുക. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര ഷെഡ്യൂളുകളാണ് ഉണ്ടായിരുന്നത്? ഉത്തരം ഓപ്ഷൻ എ 8. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അംഗമായിരിക്കുന്നവരിൽ താഴെ പറയുന്നവരിൽ ആരാണ് കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധാനം ചെയ്യാത്തത്? ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പരമാധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പരമാധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ജനങ്ങളിൽ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര അനുച്ഛേദങ്ങളാണ് ഉണ്ടായിരുന്നത്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര അനുച്ഛേദങ്ങളാണ് ഉണ്ടായിരുന്നത്? ഉത്തരം ഓപ്ഷൻ സി 395. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി 22. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 8ാം ഷെഡ്യൂളിൽ ഉണ്ടായിരുന്ന ഭാഷകളുടെ എണ്ണം എത്ര? ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് വായിക്കണം. ഉത്തരം ഓപ്ഷൻ സി 14. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ യോഗത്തിൽ പാഴ്സി സമുദായത്തെ പ്രതിനിധാനം ചെയ്തത് താഴെ പറയുന്നവരിൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ HP മോദി. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്ന വ്യക്തി? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപവൽകൃതമായ തീയതി. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപവൽകൃതമായ തീയതി? ഉത്തരം ഓപ്ഷൻ സി 1947 ഓഗസ്റ്റ് 29. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ക്രിസ്ത്യൻ സമുദായത്തെ പ്രതിനിധാനം ചെയ്തത് ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ ക്രിസ്ത്യൻ സമുദായത്തെ പ്രതിനിധാനം ചെയ്തത് താഴെ പറയുന്നവരിൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഹരേന്ദ്രകുമാർ മുഖർജി. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? തൊട്ടുമുമ്പ് നമ്മൾ ഇതിന്റെ ഉത്തരം പറഞ്ഞിരുന്നു. ഉത്തരം ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുമ്പ് ചീഫ് കമ്മീഷണേഴ്സ് പ്രവേശികളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? ഉത്തരം ഓപ്ഷൻ എ 4. ഭരണഘടനയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഡോക്ടർ BR അംബേദ്കറുടെ ചരമദിനം ഏത് ദിനമായി ആചരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി മഹാപരിനിർവാണ ദിവസം. ഇന്ത്യ ഫെഡറൽ മാതൃകയിലുള്ള ഭരണ സംവിധാനം തിരഞ്ഞെടുക്കാനുള്ള കാരണം? ഇന്ത്യ ഫെഡറൽ മാതൃകയിലുള്ള ഭരണ സംവിധാനം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ഭാഷാപരവും പ്രാദേശികവുമായ വൈവിധ്യം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത വനിതയാര്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത വനിത? ഉത്തരം ഓപ്ഷൻ ബി ആനി മസ്ക്രീൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രാഥമിക കരട് തയ്യാറാക്കിയത് താഴെ പറയുന്നവരിൽ ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ പ്രാഥമിക കരട് തയ്യാറാക്കിയത്? ഉത്തരം ഓപ്ഷൻ ഡി BN റാവു. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്തത് ആര്?
ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്തത് ആര്? 2017 ചോദ്യമാണിത്. ഉത്തരം ഓപ്ഷൻ എ നന്ദലാൽ ബോസ്. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നത് 2013 ചോദ്യമാണ്. ഉത്തരം ഓപ്ഷൻ ഡി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. 1947 ഓഗസ്റ്റ് 15 മുതൽ 1950 ജനുവരി 26 വരെ ഇന്ത്യയുടെ ഔദ്യോഗിക പദവിയുടെ പേരെന്തായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി ഡൊമിനിയൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഭരണഘടനയിൽ 1950 ജനുവരി 24 എന്ന തീയതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത്. ദേശീയ പതാകയെ അംഗീകരിക്കുന്നത് 1947 ജൂലൈ 22-നാണ്. ബാക്കിയുള്ള 3 കാര്യങ്ങളും ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത്, ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചത്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത് 1950 ജനുവരി 24-നാണ്. നവംബർ 26-ന്റെ പ്രാധാന്യം ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? നവംബർ 26-ന്റെ പ്രാധാന്യം ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. നവംബർ 26 എന്ന് പറയുന്നത് ദേശീയ നിയമദിനം, ദേശീയ ഭരണഘടനാ ദിനം. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ ബി ആണ്. ആദ്യത്തെ 2 പ്രസ്താവനകൾ ശരിയാണ്. ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ സ്ഥാനം വഹിച്ചിരുന്നത് പെത്വിക് ലോറൻസ് ആണ്. ശരിയാണ്. ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്നത് 1945-ലെ വേവൽ പ്ലാനിലൂടെയാണ്. അതും ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അത് തെറ്റാണ്. അപ്പൊ ആദ്യത്തെ 2 പ്രസ്താവനകളായിരുന്നു ശരിയായത്. ഇന്ത്യൻ ഭരണഘടന ആമുഖം, ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ. ഏതിന്റെ അന്തസത്തയ്ക്ക് അനുസരണമായിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്നത്? ഏതിന്റെ അന്തസത്തയ്ക്ക് അനുസരണമായിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഏത് വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ഫ്രഞ്ച് വിപ്ലവം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വാക്കാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ആദ്യം വരുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി പരമാധികാര. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? അല്ലെങ്കിൽ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി? ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയ വ്യക്തി? ഉത്തരം ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. 1935-ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്ന ആശയങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. അതായത് ഗവർണർ പദവി, ഫെഡറൽ കോടതി, പബ്ലിക് സർവീസ് കമ്മീഷൻ. ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റായതും നിയമപരമല്ലാത്തതും അപാകവും അപകടകരവും എന്ന് വിമർശിച്ച വ്യക്തി? ഉത്തരം ഓപ്ഷൻ സി എം.ആർ. ജയകർ. 2017 ചോദ്യമാണിത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനെ കുറിച്ചാണ് പരാമർശിക്കാത്തത്? ആമുഖത്തിൽ പരാമർശിക്കാത്ത കാര്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ പ്രായപൂർത്തി, വോട്ടവകാശം. ഭരണഘടനയുടെ തത്വചിന്തയും ആദർശങ്ങളും പ്രതിഫലിക്കുന്ന ഭാഗമേത്? ഭരണഘടനയുടെ തത്വചിന്തയും ആദർശങ്ങളും പ്രതിഫലിക്കുന്ന ഭാഗമേതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആമുഖം. ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചതാര്? ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി? ഉത്തരം ഓപ്ഷൻ ബി കെ.എം. മുൻഷി. ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി വിധിച്ചത്? ആമുഖം
ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി വിധിച്ച കേസ്? ഉത്തരം ഓപ്ഷൻ എ കേശവാനന്ദ ഭാരതി കേസ്. ഭരണഘടനയുടെ ആമുഖത്തെ അതിന്റെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തി താഴെ പറയുന്നവരിൽ ആരാണ്? ഭരണഘടനയുടെ ആമുഖത്തെ അതിന്റെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ എ നാനി പൽക്കിവാല. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്ന തീയതി? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്ന തീയതി? ഉത്തരം ഓപ്ഷൻ സി 1950 ജനുവരി 26. ചുവടെ പറയുന്ന ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന അവ കടം കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. അതായത് മൗലിക കടമകൾ റഷ്യയിൽ നിന്നും, റിപ്പബ്ലിക് ഫ്രാൻസ്, കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയ, ഫെഡറൽ കോടതി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഓപ്ഷൻ സി ആണ് ഉത്തരം. ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപനം നടത്തിയത് ഏത് കേസിലാണ്? ഉത്തരം ഓപ്ഷൻ ബി ബെരുബാരി കേസ്. ആമുഖത്തിലല്ലാതെ ഇന്ത്യൻ ഭരണഘടനയിൽ സെക്യുലർ എന്ന വാക്ക് ഏത് അനുച്ഛേദത്തിലാണുള്ളത്? ആമുഖത്തിലല്ലാതെ ഇന്ത്യൻ ഭരണഘടനയിൽ സെക്യുലർ എന്ന വാക്ക് ഏത് അനുച്ഛേദത്തിലാണുള്ളത്? ഉത്തരം ഓപ്ഷൻ സി അനുച്ഛേദം 25. ആമുഖം ഭേദഗതി ചെയ്ത സമയത്ത് ആരായിരുന്നു പ്രധാനമന്ത്രി? ആമുഖം ഭേദഗതി ചെയ്ത സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധി. എത്ര പ്രാവശ്യമാണ് ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത്? എത്ര പ്രാവശ്യമാണ് ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ എ 1, ഒരു പ്രാവശ്യമാണ്. ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത വർഷം? ആമുഖം ഭേദഗതി ചെയ്ത വർഷം? ഉത്തരം ഓപ്ഷൻ സി 1976. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആമുഖം ഭേദഗതി ചെയ്തത്? എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആമുഖം ഭേദഗതി ചെയ്തത്? ഉത്തരം ഓപ്ഷൻ സി 42ാം ഭരണഘടനാ ഭേദഗതി. ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. ലിഖിത ഭരണഘടന എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിന്റെ ഭരണയിൽ നിന്നാണ്? ലിഖിത ഭരണഘടന എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? ഉത്തരം ഓപ്ഷൻ സി USA. ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്ന ചുവടെ പറയുന്ന ആശയങ്ങളിൽ ശരിയായത് ഏതൊക്കെയാണ്? തന്നിരിക്കുന്ന 4ഉം ശരിയാണ്. അടിയന്തരാവസ്ഥ സമയത്ത് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നത് ജർമ്മനി, സുപ്രീം കോടതി USA, റിപ്പബ്ലിക് ഫ്രാൻസ്, നിയമവാഴ്ച ബ്രിട്ടൻ. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാശയമാണ് കാനഡയുടെ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടിട്ടില്ലാത്തത്? ചോദ്യം വ്യക്തമായിട്ട് വായിക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ് റിപ്പബ്ലിക്. ബാക്കിയുള്ള അവശിഷ്ടാധികാരം, ഫെഡറൽ സംവിധാനം, യൂണിയൻ, സ്റ്റേറ്റ് ലിസ്റ്റുകൾ ഇതൊക്കെ കടം കൊണ്ടിരിക്കുന്നത് കാനഡയുടെ ഭരണഘടനയിൽ നിന്നാണ്. മന്ത്രിമാർക്ക് കൂട്ടുത്തരവാദിത്തം പാർലമെന്റിന്റെ അധോസഭയോടായിരിക്കും എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം ഓപ്ഷൻ എ ബ്രിട്ടൻ. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഉത്തരം ഓപ്ഷൻ എ USA. അവശിഷ്ടാധികാരങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാക്കുന്ന വ്യവസ്ഥ ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി കാനഡ. ഏത് രാജ്യത്തിൽ നിന്നാണ് പാർലമെന്ററി ഗവൺമെന്റിന്റെ ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത്? ഏത് രാജ്യത്തിൽ നിന്നാണ്
പാർലമെന്ററി ഗവൺമെന്റിന്റെ ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ബ്രിട്ടൻ. പ്രസിഡന്റ് രാജ്യത്തിന്റെ നാമമാത്ര തലവൻ ആയിരിക്കുമെന്ന ആശയത്തിന് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നത് ഏത് രാജ്യത്തോടാണ്? പ്രസിഡന്റ് രാജ്യത്തിന്റെ നാമമാത്ര തലവൻ. ഉത്തരം ഓപ്ഷൻ ബി ബ്രിട്ടൻ. ഇന്ത്യയുടെയും ബ്രിട്ടന്റെയും പാർലമെന്ററി സംവിധാനം ഏത് കാര്യത്തിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഏത് കാര്യത്തിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ജുഡീഷ്യൽ റിവ്യൂ സമ്പ്രദായം. തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവനോട് കൂടിയ ഭരണ സംവിധാനമാണ്. മുൻവർഷ ചോദ്യമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവനോട് കൂടിയ ഭരണ സംവിധാനം. ഉത്തരം ഓപ്ഷൻ എ റിപ്പബ്ലിക്. രാഷ്ട്രനയ നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ്? രാഷ്ട്രനയ നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്തിൽ? ഉത്തരം ഓപ്ഷൻ ഡി 4-ാം ഭാഗത്തിൽ. പ്രസിഡന്റ് സായുധ സേനകളുടെ സർവ്വ സൈന്യാധിപനായിരിക്കും എന്ന ആശയം ഇന്ത്യ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി USA. നിയമനിർമ്മാണ നടപടിക്രമങ്ങളിൽ ഇന്ത്യ അനുകരിക്കുന്നത് ഏത് രാജ്യത്തിനെയാണ്? നിയമനിർമ്മാണ നടപടിക്രമങ്ങളിൽ ഇന്ത്യ അനുകരിക്കുന്നത് ഏത് രാജ്യത്തിനെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ബ്രിട്ടൻ. കൂടുതൽ ശക്തമായ അധോസഭ എന്ന ആശയത്തിന് ഇന്ത്യക്ക് കടപ്പാട് ഏത് രാജ്യത്തോടാണ്? കൂടുതൽ ശക്തമായ അധോസഭ എന്ന ആശയത്തിന് ഇന്ത്യക്ക് കടപ്പാട്. ഉത്തരം ഓപ്ഷൻ സി ബ്രിട്ടൻ. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയുടെ ആശയം ഇന്ത്യ എവിടെ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്? സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയുടെ ആശയം ഇന്ത്യ എവിടെ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ USA. ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ ഏക പൗരത്വം എന്ന ആശയം സ്വീകരിച്ചിരിക്കുന്നത്? ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ ഏക പൗരത്വം എന്ന ആശയം സ്വീകരിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ബ്രിട്ടൻ. ഏത് രാജ്യത്തു നിന്നാണ് രാഷ്ട്രനയ നിർദ്ദേശക തത്വങ്ങളുടെ ആശയം ഇന്ത്യ കടമെടുത്തിട്ടുള്ളത്? രാഷ്ട്രനയ നിർദ്ദേശക തത്വങ്ങളുടെ ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി അയർലൻഡ്. ക്യാബിനറ്റ് സമ്പ്രദായം ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തെ മാതൃകയാക്കിക്കൊണ്ടാണ്? ക്യാബിനറ്റ് സമ്പ്രദായം ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തെ മാതൃകയാക്കിക്കൊണ്ടാണ്? ഉത്തരം ഓപ്ഷൻ ബി ബ്രിട്ടൻ. ഇംപീച്ച്മെന്റിന്റെ ആശയം ഇന്ത്യ കടം കൊണ്ടത് എവിടെ നിന്നാണ്? ഇംപീച്ച്മെന്റിന്റെ ആശയം ഇന്ത്യ കടം കൊണ്ടത് എവിടെ നിന്നാണ്? ഉത്തരം ഓപ്ഷൻ എ USA. ദ്വിമണ്ഡല പാർലമെന്റ് ആവിഷ്കരിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ മാതൃകയാക്കിയ രാജ്യം? ദ്വിമണ്ഡല പാർലമെന്റ് ആവിഷ്കരിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ മാതൃകയാക്കിയ രാജ്യം? ഉത്തരം ഓപ്ഷൻ എ ബ്രിട്ടൻ. ശക്തമായ കേന്ദ്രത്തോടു കൂടിയ ഫെഡറേഷൻ എന്ന ആശയത്തിന് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്ന രാജ്യം? ശക്തമായ കേന്ദ്രത്തോടു കൂടിയ ഫെഡറേഷൻ. ഉത്തരം ഓപ്ഷൻ ഡി കാനഡ. അടുത്ത ചോദ്യം, ഏത് രാജ്യത്തു നിന്നാണ് റിട്ട് പെറ്റീഷനുകളുടെ ആശയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്? ഏത് രാജ്യത്തു നിന്നാണ് റിട്ട് പെറ്റീഷനുകളുടെ ആശയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ബ്രിട്ടൻ. പ്രഗത്ഭമതികളെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? ഉത്തരം ഓപ്ഷൻ എ അയർലൻഡ്. കൺകറന്റ് ലിസ്റ്റിന്റെ ആശയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? കൺകറന്റ് ലിസ്റ്റിന്റെ ആശയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ഓസ്ട്രേലിയ. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യുക എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി ജർമ്മനിയിലെ വെയ്മർ ഭരണഘടന. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം. ഉത്തരം ഓപ്ഷൻ എ ഓസ്ട്രേലിയ. ഭരണഘടനാ ലംഘനത്തിന്
സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന നടപടി ഇന്ത്യ കടംകൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി USA. പബ്ലിക് സർവീസ് കമ്മീഷനുകൾ സ്ഥാപിച്ചിരിക്കുന്ന രീതിക്ക് ഇന്ത്യക്ക് കടപ്പാട് ഏത് രാജ്യത്തിനോടാണ്? ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് വായിക്കുക. ഏത് രാജ്യത്തിനോടാണ്? ഉത്തരം ഓപ്ഷൻ എ ബ്രിട്ടൻ. വൈസ് പ്രസിഡന്റ് പാർലമെന്റിന്റെ ഉപരിസഭയുടെ അധ്യക്ഷനായിരിക്കുക എന്ന ആശയത്തിന് ഇന്ത്യക്ക് കടപ്പാട് ഏത് രാജ്യത്തോടാണ്? ഉത്തരം ഓപ്ഷൻ എ USA. ബാങ്കിന്റെ സൗകര്യാർത്ഥം മാറാൻ കഴിയുന്ന ചെക്ക് എന്ന് KT ഷാ വിശേഷിപ്പിച്ചത് ഏതിനെയാണ്? ബാങ്കിന്റെ സൗകര്യാർത്ഥം മാറാൻ കഴിയുന്ന ചെക്ക് എന്ന് KT ഷാ വിശേഷിപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങളെ. ഗവർണർമാരെ കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന രീതി ഇന്ത്യ കടംകൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? ഗവർണർമാരെ കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന രീതി. ഉത്തരം ഓപ്ഷൻ സി കാനഡ. താഴെ പറയുന്നവയിൽ ഏതിന്റെ ആശയമാണ് USA-യിൽ നിന്നും ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏതിന്റെ ആശയമാണ് USA-യിൽ നിന്നും ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി വൈസ് പ്രസിഡന്റ്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന രീതി ഇന്ത്യ കടംകൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന രീതി ഇന്ത്യ കടംകൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? ഉത്തരം ഓപ്ഷൻ സി അയർലൻഡ്. ഭരണഘടനയിലെ വാണിജ്യവും വ്യാപാരവും സംബന്ധമായ വ്യവസ്ഥകൾക്ക് ഇന്ത്യ ഏത് രാജ്യത്തോടാണ് കടപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ഓസ്ട്രേലിയ. പാർലമെന്റിലെ ഉപരിസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? പാർലമെന്റിലെ ഉപരിസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി. ഉത്തരം ഓപ്ഷൻ ഡി ദക്ഷിണാഫ്രിക്ക. സുപ്രീം കോടതിയുടെ ഉപദേശക അധികാരങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ അനുകരിച്ചിരിക്കുന്നത് ഏത് രാജ്യത്തെയാണ്? സുപ്രീം കോടതിയുടെ ഉപദേശക അധികാരങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ അനുകരിച്ചിരിക്കുന്നത് കാനഡ. നിയമനിർമ്മാണ സഭയുടെ പ്രിവിലേജ് എന്ന ആശയം ഇന്ത്യ കടംകൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? നിയമനിർമ്മാണ സഭയുടെ പ്രിവിലേജ് എന്ന ആശയം. ഉത്തരം ഓപ്ഷൻ എ ബ്രിട്ടൻ. ഭരണഘടകങ്ങൾക്ക് സ്റ്റേറ്റ് എന്ന പേര് നൽകുന്നതിന്റെ ആശയം ഇന്ത്യ എവിടെ നിന്നാണ് കടംകൊണ്ടിരിക്കുന്നത്? ഭരണഘടകങ്ങൾക്ക് സ്റ്റേറ്റ് എന്ന പേര് നൽകുന്നതിന്റെ ആശയം. ഉത്തരം ഓപ്ഷൻ ഡി USA. കമ്മിറ്റി സമ്പ്രദായം എന്ന ആശയം ഇന്ത്യ കടംകൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? കമ്മിറ്റി സമ്പ്രദായം എന്ന ആശയം ഇന്ത്യ കടംകൊണ്ടിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ബ്രിട്ടൻ. പൊതു താൽപര്യ ഹർജിയുടെ ആശയം ഉരുത്തിരിഞ്ഞ രാജ്യം. പൊതു താൽപര്യ ഹർജിയുടെ ആശയം ഉരുത്തിരിഞ്ഞ രാജ്യം. ഉത്തരം ഓപ്ഷൻ ബി USA. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത്? രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും. ഉത്തരം ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങൾ. മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ മൗലിക കടമകൾ. ഭരണഘടനയുടെ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ഭാഗമെന്ന് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൂന്നാം ഭാഗത്തെ വിശേഷിപ്പിച്ചതാര്? ഉത്തരം ഓപ്ഷൻ ഡി BR അംബേദ്കർ. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയാണ് ആമുഖം ഉൾപ്പെടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുന്നതിന് പാർലമെന്റിന് അധികാരം ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ സി 24-ാം ഭേദഗതി പ്രകാരമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? മൗലിക അവകാശങ്ങളുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഉത്തരം ഓപ്ഷൻ എ സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്ത ചോദ്യം, സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം എന്ന ആശയത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം
താഴെ പറയുന്നവയിൽ ഏതാണ്? അവസര സമത്വം. ഉത്തരം ഓപ്ഷൻ ഡി 16-ാം അനുച്ഛേദം. അടുത്ത ചോദ്യം, പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ്? ഉത്തരം ഓപ്ഷൻ സി 21-ാം അനുച്ഛേദം. അടുത്ത ചോദ്യം, മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പ് ഏത്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഏത്? മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 21. മൗലികാവകാശങ്ങളുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന വകുപ്പ് താഴെ പറയുന്നവയിൽ ഏതാണ്? മൗലികാവകാശങ്ങളുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആർട്ടിക്കിൾ 19. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകൾ നോക്കാം. അനുച്ഛേദം 19 മൗലികാവകാശങ്ങളുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത്. അടിയന്തരാവസ്ഥ നിലവിൽ വരുമ്പോൾ ആർട്ടിക്കിൾ 19 റദ്ദ് ചെയ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ വരുന്നത് ആർട്ടിക്കിൾ 358 അടിയന്തരാവസ്ഥ നിലവിൽ വരുമ്പോൾ ആർട്ടിക്കിൾ 20, 21 ഒഴിച്ചുള്ള മറ്റു മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടുന്നതുമായി സംബന്ധിച്ച വ്യവസ്ഥകൾ വരുന്നത് ആർട്ടിക്കിൾ 359 ആർട്ടിക്കിൾ 358 359 നോട്ട് ചെയ്തോളുക, പഠിക്കുക. കൂടാതെ ഇന്ത്യൻ ഭരണഘടനയില് സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന 3 വകുപ്പുകളാണ്, അല്ലെങ്കിൽ 3 അനുച്ഛേദങ്ങളാണ് ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 21. ഏതൊക്കെയാണ് സുവർണ ത്രികോണം? ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 21. അടുത്തതിലേക്ക് വരാം. ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്ന ഭാഗം? ഉത്തരം ഓപ്ഷൻ സി മൗലികാവകാശങ്ങൾ. ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങൾ. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് ഏതാണെന്ന് കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന. നോക്കാം. 6 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നത് രക്ഷിതാക്കളുടെ മൗലിക കടമയിൽ ഉൾപ്പെടുന്നതാണ്. ഇതിൽ തെറ്റായ വസ്തുത എന്ന് പറയുന്നത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ്. നോട്ട് ചെയ്തോളുക. ബാക്കിയുള്ള 3 പ്രസ്താവനകളും ശരിയാണ്. വായിക്കാം. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ശരിയാണ്. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അതും ശരിയാണ്. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 10 മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ആദ്യത്തെ 3 പ്രസ്താവനകൾ ശരിയായിരുന്നു, 4ാമത്തെ പ്രസ്താവന തെറ്റായിരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിന് അധികാരമുള്ളത് ആർക്കാണ്? അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിന് അധികാരമുള്ളത്? ഉത്തരം ഓപ്ഷൻ ബി രാഷ്ട്രപതിക്ക്. അടുത്ത ചോദ്യം, മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3 അല്ലെങ്കിൽ ഭാഗം 3 മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ശരിയാണ്. 1978 44-ാം ഭേദഗതി പ്രകാരം സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. അതും ശരിയാണ്. സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശമാണ്, ലീഗൽ റൈറ്റ് ആണ്. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയായിരുന്നു. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ലെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ല. അനുച്ഛേദം 20. ഓപ്ഷൻ എ ആണ് ഉത്തരം. അനുച്ഛേദം 20.
ചുവടെ പറയുന്നവയിൽ ഏത് മൗലികാവകാശമാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന മൗലികാവകാശങ്ങൾ, അവയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടന ആർട്ടിക്കിളുകൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. അതായത് സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ ഹൃദയം, ആത്മാവ് എന്നിങ്ങനെ അംബേദ്കർ വിശേഷിപ്പിച്ച മൗലികാവകാശമാണ് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം എന്നത്. ആയത് ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിൽ ഉൾപ്പെടുന്നതാണ്? ഉത്തരം ഓപ്ഷൻ സി, 32-ാം അനുച്ഛേദം. അടുത്ത ചോദ്യം, കോടതികൾ പുറപ്പെടുവിക്കുന്ന പ്രധാനപ്പെട്ട റിട്ടുകളും അവയുടെ അർത്ഥവുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ആയതിൽ നിന്ന് ശരിയായത് ഏതെല്ലാമെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. തന്നിരിക്കുന്ന 3ഉം ശരിയാണ്. മാൻഡമസ്, നാം കൽപ്പിക്കുന്നു. കോ വാറന്റോ, എന്തധികാരം. ഹേബിയസ് കോർപ്പസ്, നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്തതിലേക്ക് പോകാം. മൗലിക കടമകളെ കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? മൗലിക കടമകളെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന 3 പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ആദ്യത്തെ 2 പ്രസ്താവന ശരിയാണ്. തെറ്റായ പ്രസ്താവന 3ാമത്തെ പ്രസ്താവനയാണ്. അതായത് സപ്രൂ കമ്മിറ്റിയുടെ ശുപാർശയനുസരിച്ച് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് മൗലിക കടമകൾ. അത് തെറ്റാണ്. ബാക്കിയുള്ള സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് മൗലിക കടമകൾ. അത് ശരിയാണ്. 1976-ലെ 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. അതും ശരിയാണ്. 3ാമത്തെ പ്രസ്താവനയായിരുന്നു തെറ്റായത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്തതിലേക്ക് വരാം. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യുക എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യുക എന്ന ആശയം. ഉത്തരം ഓപ്ഷൻ ബി, ജർമ്മനിയിലെ വെയ്മർ ഭരണഘടന. അടുത്ത ചോദ്യം, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ 86-ാം ഭേദഗതി എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലാണ്? ഉത്തരം ഓപ്ഷൻ സി, 93-ാം ഭേദഗതി ബില്ല്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ അല്ലെങ്കിൽ പാർട്ട് 3-ൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ, മൗലിക അവകാശങ്ങൾ. അടുത്ത ചോദ്യം, ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ട് താഴെ പറയുന്നവയിൽ ഏതാണ്? ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുക. ഉത്തരം ഓപ്ഷൻ എ, കോ വാറന്റോ. ഏത് രാജ്യത്തിൽ നിന്നാണ് മൗലിക അവകാശങ്ങളുടെ ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്? ഏത് രാജ്യത്തിൽ നിന്നാണ് മൗലിക അവകാശങ്ങളുടെ ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, USA. ഏത് രാജ്യത്തിൽ നിന്നാണ് മൗലിക ചുമതലകളുടെ അല്ലെങ്കിൽ മൗലിക കടമകളുടെ ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഉത്തരം ഓപ്ഷൻ എ, മുൻ സോവിയറ്റ് യൂണിയൻ. അടുത്ത ചോദ്യം, ഏത് രാജ്യത്തു നിന്നാണ് റിട്ട് പെറ്റീഷനുകളുടെ ആശയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്? ഏത് രാജ്യത്തു നിന്നാണ് റിട്ട് എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, ബ്രിട്ടൻ. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്? ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ, 3ാം ഭാഗം. അടുത്ത ചോദ്യം,
പത്രസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം താഴെ പറയുന്നവയിൽ ഏതാണ്? പത്രസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 19(1)(a). ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്? ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്? ഉത്തരം ഓപ്ഷൻ സി 44-ാം ഭേദഗതിയിലൂടെയാണ്. അടുത്ത ചോദ്യം, സംസാരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ചില അവകാശങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി 19-ാം അനുച്ഛേദം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര മൗലിക അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി 7. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് സ്വത്തവകാശം നീക്കം ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി മൊറാർജി ദേശായി. അടുത്ത ചോദ്യം, മതം, വംശം, ജാതി, ലിംഗപദവി, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ അനുച്ഛേദം 15. അടുത്ത ചോദ്യം, തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം? ഉത്തരം ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 17. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ 86-ാമത്തെ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ചേർത്ത അനുച്ഛേദം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 21(a). അടുത്ത ചോദ്യം, ടൈറ്റിലുകൾ ഇല്ലാതാക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ 18-ാം അനുച്ഛേദം. അടുത്ത ചോദ്യം, പൊതുസ്വത്ത് സംരക്ഷിക്കുക എന്നത് എന്താണ്? പൊതുസ്വത്ത് സംരക്ഷിക്കുക എന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. അത് നമ്മുടെ മൗലിക കടമയാണ്. പൊതുസ്വത്ത് സംരക്ഷിക്കുക എന്നത് മൗലിക കടമയാണ്. അടുത്ത ചോദ്യം, ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും അതിൽ തുടരുന്നതിനും അത് പ്രചരിപ്പിക്കുന്നതിനും എല്ലാ വ്യക്തികൾക്കും തുല്യ അവകാശം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി അനുച്ഛേദം 25. അടുത്ത ചോദ്യം, ജീവന്റെ സംരക്ഷണത്തെക്കുറിച്ചും വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം താഴെ പറയുന്നവയിൽ ഏതാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു അനുച്ഛേദമാണിത്. ഉത്തരം ഓപ്ഷൻ ഡി അനുച്ഛേദം 21. അടുത്ത ചോദ്യം, ചില സാഹചര്യങ്ങളിൽ അറസ്റ്റ്, കരുതൽ തടങ്കൽ എന്നിവയിൽ നിന്ന് സംരക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി അനുച്ഛേദം 22. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ എത്ര മൗലിക അവകാശങ്ങളാണുള്ളത്? ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് വായിക്കുക. ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ എത്ര മൗലിക അവകാശങ്ങളുണ്ട്? ഉത്തരം ഓപ്ഷൻ സി 6 മൗലിക അവകാശങ്ങൾ. നിയമത്തിന് മുന്നിൽ തുല്യത എന്ന ആശയവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം താഴെ പറയുന്നവയിൽ ഏതാണ്? നിയമത്തിന് മുന്നിൽ തുല്യത. ഉത്തരം ഓപ്ഷൻ ബി 14-ാം അനുച്ഛേദം. അടുത്ത ചോദ്യം, മൗലിക കർത്തവ്യങ്ങളുടെ ആശയം സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വീകരിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ ചേർക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്? മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം? ഉത്തരം ഓപ്ഷൻ എ 51(a). അടുത്ത ചോദ്യം, ഭരണഘടനയുടെ ഏതെല്ലാം അനുച്ഛേദങ്ങളാണ് തുല്യതയ്ക്കുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? തുല്യതയ്ക്കുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി
അനുച്ഛേദം 14 മുതൽ 18 വരെ. എത്രാമത്തെ ഭേദഗതി പ്രകാരമാണ് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായത്? എത്രാമത്തെ ഭേദഗതി പ്രകാരമാണ് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായത്? ഉത്തരം ഓപ്ഷൻ സി 42ാം ഭേദഗതി. ഏത് കേസിലാണ് പാർലമെന്റിന് മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ അധികാരമുണ്ടെന്നും എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്നും സുപ്രീം കോടതി വിധിച്ചത്? ഉത്തരം ഓപ്ഷൻ സി കേശവാനന്ദ ഭാരതി കേസ്. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. അടുത്തതിലേക്ക് പോകാം. ഒരു അധികാരി തന്റെ കർത്തവ്യം നിർവഹിക്കാതിരുന്നാൽ അത് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന റിട്ട് താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി മാൻഡമസ്. അടുത്ത ചോദ്യം, ചില മൗലിക അവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യാൻ കഴിയുന്നത് എപ്പോഴാണ്? ചില മൗലിക അവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യാൻ കഴിയുന്നത് എപ്പോഴാണ്? ഉത്തരം ഓപ്ഷൻ ബി അടിയന്തരാവസ്ഥ കാലത്ത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് മൗലിക അവകാശങ്ങൾ സംബന്ധിച്ച എത്ര അനുച്ഛേദങ്ങളാണ് ഉണ്ടായിരുന്നത്? ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് വായിക്കുക. ഉത്തരം ഓപ്ഷൻ ബി 24 അനുച്ഛേദങ്ങൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 14 വയസ്സിനു താഴെയുള്ള കുട്ടികൾ അപകടകരമായ തൊഴിലുകളിൽ ഏർപ്പെടുന്നത് നിരോധിച്ചിരിക്കുന്നത് ഏതു പ്രകാരമാണ്? ഉത്തരം ഓപ്ഷൻ എ ചൂഷണത്തിനെതിരെയുള്ള അവകാശപ്രകാരം. അടുത്ത ചോദ്യം, യുദ്ധം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഏത് അനുച്ഛേദ പ്രകാരമുള്ള മൗലിക അവകാശങ്ങളാണ് സ്വമേധയാ സസ്പെൻഡ് ചെയ്യപ്പെടുന്നത്? തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു. ഉത്തരം ഓപ്ഷൻ എ അനുച്ഛേദം 19. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൗലിക അവകാശം അല്ലാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൗലിക അവകാശം അല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി തുല്യ ജോലിക്ക് തുല്യ ശമ്പളത്തിനുള്ള അവകാശം. അടുത്ത ചോദ്യം, ജനാധിപത്യ സംവിധാനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട ഒരു അവകാശമാണ്? ഉത്തരം ഓപ്ഷൻ സി വിമർശിക്കുന്നതിനുള്ള അവകാശം. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് സർക്കാർ ഉദ്യോഗങ്ങളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും അവസര സമത്വം ഉറപ്പുവരുത്തുന്നത്? ഉത്തരം ഓപ്ഷൻ സി അനുച്ഛേദം 16. 86ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി അടൽ ബിഹാരി വാജ്പേയി. അടുത്ത ചോദ്യം, മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അവകാശമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി? ഈ ഒരു ചോദ്യം വേറെ രീതിയിൽ ചോദിച്ചിരുന്നു. ഉത്തരം ഓപ്ഷൻ ബി 24ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകൾ അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി പാർട്ട് 4A ഭാഗം 4A മൗലിക കടമകൾ. അടുത്ത ചോദ്യം, മൗലിക കടമകളെ കുറിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന താഴെ തന്നിരിക്കുന്ന കാര്യങ്ങളിൽ ശരിയായത് ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ആദ്യത്തെ 3 പ്രസ്താവനകൾ ശരിയാണ്. നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ 11 മൗലിക കടമകളുണ്ട്. ശരിയാണ്. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക എന്നത് മൗലിക കടമയാണ്. അതും ശരിയാണ്. മൗലിക കടമകൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നതല്ല. അതും ശരിയാണ്. ആദ്യത്തെ 3 പ്രസ്താവനകൾ ശരിയായിരുന്നു. അടുത്തയിലേക്ക് പോകാം. എല്ലാ മൗലിക അവകാശങ്ങളെയോ ഏതെങ്കിലും മൗലിക അവകാശങ്ങളെയോ റദ്ദാക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഈ ഒരു ചോദ്യവും പ്രിലിംസിനുണ്ടായിരുന്നു. ഉത്തരം ഓപ്ഷൻ സി 359. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്
ഉത്തരം ഓപ്ഷൻ സി സുപ്രീം കോടതി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി മൗലിക അവകാശങ്ങൾ. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഏത്? സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭാഗം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി മൗലിക അവകാശങ്ങൾ. അടുത്ത ചോദ്യം, ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ഉത്തരം ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം. ഉത്തരം ഓപ്ഷൻ എ കറാച്ചി സമ്മേളനം, വർഷം 1931. കുറച്ച് വസ്തുതകൾ നോക്കി പോകാം. മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം കറാച്ചി സമ്മേളനം, വർഷം 1931. പ്രമേയം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്തതാണ്, മൗലികാവകാശ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1927 മദ്രാസ് സമ്മേളനം. സമ്മേളനത്തിന്റെ അധ്യക്ഷൻ MA അൻസാരി. മാറിപ്പോവരുത്, വ്യക്തമായിട്ട് പഠിക്കുക. സംഘടനകൾ സ്ഥാപിക്കുന്നതിനുള്ള ഇന്ത്യൻ പൗരന്റെ അവകാശത്തെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? സംഘടനകൾ സ്ഥാപിക്കുന്നതിനുള്ള ഇന്ത്യൻ പൗരന്റെ അവകാശം. ഉത്തരം ഓപ്ഷൻ എ അനുച്ഛേദം 19C. അടുത്ത ചോദ്യം, രാജ്യത്തെവിടെയും സ്ഥിരതാമസമാക്കുന്നതിനുള്ള അവകാശത്തെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? രാജ്യത്തെവിടെയും സ്ഥിരതാമസമാക്കുന്നതിനുള്ള അവകാശത്തെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി അനുച്ഛേദം 19(1). ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രണ്ടാമത്തെ ചെയർപേഴ്സൺ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രണ്ടാമത്തെ ചെയർപേഴ്സൺ. മുൻവർഷ ചോദ്യമാണ്. ഉത്തരം ഓപ്ഷൻ ബി MN വെങ്കട ചെല്ലയ്യ. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ 15(1) എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ 15(1) എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷന്റെ രൂപവൽക്കരണം. അടുത്ത ചോദ്യം, ബാലവേല സംബന്ധമായ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായി 1979 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി. മുൻവർഷ ചോദ്യമാണ്. ഓപ്ഷൻ ഡി ഗുരുപാദസ്വാമി കമ്മിറ്റി. അടുത്ത ചോദ്യം, നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം. നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏത്? ഓപ്ഷൻ എ വിവരാവകാശ നിയമം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസാക്കപ്പെട്ട വർഷം. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസാക്കപ്പെട്ട വർഷം. ഓപ്ഷൻ സി 1993. അടുത്ത ചോദ്യം, സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം. സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം. ഓപ്ഷൻ ഡി 1961. അടുത്ത ചോദ്യം, ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ആദ്യത്തെ ചെയർമാൻ. ഉത്തരം ഓപ്ഷൻ ഡി കൻവർ സിംഗ്. അടുത്ത ചോദ്യം, ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ. ദേശീയ വനിതാ കമ്മീഷൻ പ്രഥമ അധ്യക്ഷ. ഓപ്ഷൻ ഡി ജയന്തി പട്നായിക്. അടുത്ത ചോദ്യം,
വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷകൻ അപേക്ഷാ ഫീസായി നൽകേണ്ട തുക എത്ര? ഓപ്ഷൻ ഡി 10 രൂപ. അടുത്ത ചോദ്യം, ദേശീയ പട്ടികവർഗ കമ്മീഷനിൽ ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെ ആകെ മെമ്പർമാരുടെ എണ്ണം എത്ര? ഓപ്ഷൻ സി 5. താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? ഓപ്ഷൻ എ കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി. അടുത്ത ചോദ്യം, ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ എ 1992. വിവരാവകാശ നിയമപ്രകാരം തെറ്റായ മറുപടി നൽകിയ ഉദ്യോഗസ്ഥന്റെ മേൽ ശരിയായ മറുപടി നൽകുന്നതുവരെയുള്ള കാലയളവിൽ ഓരോ ദിവസവും എത്ര രൂപ വരെ പിഴ ചുമത്താൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്? ഓപ്ഷൻ ബി 250 രൂപ. മുൻവർഷ ചോദ്യമാണ്. ദേശീയ വിവരാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? 2017 ചോദ്യമാണ്. ഉത്തരം ഓപ്ഷൻ ബി ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ സ്ഥാപന പദവി നൽകിയത്? ഓപ്ഷൻ സി 102 ഭരണഘടനാ ഭേദഗതി പ്രകാരം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം വിഭാവനം ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം വിഭാവനം ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം? ഓപ്ഷൻ ബി 39D. വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യ വനിത? വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യ വനിതയാര്? ഓപ്ഷൻ എ ദീപക് സന്ധു. അടുത്ത ചോദ്യം, റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ബില്ല് 2016 ലോക്സഭ പാസാക്കിയ തീയതി? 2017 ചോദ്യമാണ്. ഓപ്ഷൻ ബി 2016 ഡിസംബർ 16. ഇന്ത്യയിൽ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് പാസാക്കിയ വർഷം? ഇന്ത്യയിൽ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് പാസാക്കിയ വർഷം? ഓപ്ഷൻ ഡി 1994. അടുത്ത ചോദ്യം, മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമായത് ഏത് കാരണമാണ്? 2018 ചോദിച്ച ഒരു ചോദ്യമാണിത്. ഓപ്ഷൻ ബി ഷൈറ ബാനു കേസ്. സച്ചാർ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സച്ചാർ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2018 ചോദ്യമാണ്. ഓപ്ഷൻ എ തുല്യ അവസരങ്ങൾ. ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വിമൻ ആക്ട് പാസാക്കിയ വർഷം? ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വിമൻ ആക്ട് പാസാക്കിയ വർഷം? 2019 ചോദ്യമാണ്. ഓപ്ഷൻ ഡി 1986. SC/ST ആക്ട് 1989 നിലവിൽ വന്നത് എന്നു മുതലാണ്? SC/ST ആക്ട് 1989 നിലവിൽ വന്നത് എന്നു മുതലാണ്? ഓപ്ഷൻ എ 1990 ജനുവരി 30 മുതൽ. അടുത്ത ചോദ്യം, ഇന്ത്യൻ പാർലമെന്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയതെന്നാണ്? ഇന്ത്യൻ പാർലമെന്റ്
വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത്? ഓപ്ഷൻ എ 2009 ഓഗസ്റ്റിൽ. അടുത്ത ചോദ്യം, വിവരാവകാശ കമ്മീഷൻ നിയമം നിലവിൽ വന്ന വർഷം? വിവരാവകാശ കമ്മീഷൻ നിയമം നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ എ 2005. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം ഏത്? ദേശീയ വനിതാ കമ്മീഷൻ പ്രസിദ്ധീകരണം? ഓപ്ഷൻ എ രാഷ്ട്രമഹിള. അടുത്ത ചോദ്യം, മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നതിന് ശുപാർശ ചെയ്യുന്ന സമിതിയിൽ അംഗമല്ലാത്തതാര്? ഓപ്ഷൻ ഡി ലോക്സഭാ സ്പീക്കർ. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തിക പിന്നാക്ക വിഭാഗക്കാർക്ക് 10% സംവരണം വ്യവസ്ഥ ചെയ്തത്? ഓപ്ഷൻ എ 103-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം. ജുവനൈൽ ജസ്റ്റിസ് ഓഫ് ചിൽഡ്രൻ ആക്ട് അല്ലെങ്കിൽ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് പ്രകാരം എത്ര വയസ്സിനു താഴെയുള്ളവരെയാണ് കുട്ടികളായി പരിഗണിക്കുന്നത്? ഓപ്ഷൻ എ 14. ജുവനൈൽ ജസ്റ്റിസ് ഓഫ് ചിൽഡ്രൻ ആക്ട് രാഷ്ട്രപതി ഒപ്പുവെച്ച വർഷം? ജുവനൈൽ ജസ്റ്റിസ് ഓഫ് ചിൽഡ്രൻ ആക്ട് രാഷ്ട്രപതി ഒപ്പുവെച്ച വർഷം? ഓപ്ഷൻ എ 2015. ചൈൽഡ് ആൻഡ് അഡോളസന്റ് ലേബർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ ഡി 1986. ഭൂമി ഏറ്റെടുക്കൽ, പുനരധിവാസം, പുനഃസ്ഥാപനം എന്നിവയ്ക്ക് ഉചിതമായ നഷ്ടപരിഹാരത്തിനും സുതാര്യതയ്ക്കുമുള്ള അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നതെന്ന്? ഓപ്ഷൻ ബി 2014 ജനുവരി 1. ഐക്യരാഷ്ട്രസഭ കുട്ടികളുടെ അവകാശങ്ങൾ അംഗീകരിക്കുകയും കുട്ടികളുടെ അവകാശ പ്രഖ്യാപനം നടത്തുകയും ചെയ്ത വർഷം? ഓപ്ഷൻ ഡി 1989. സ്ത്രീ പുരുഷ തുല്യത ലഭ്യമാക്കുക എന്നത് ഭരണകൂടത്തിന്റെ കടമയാക്കിയ UN ഉടമ്പടി. സ്ത്രീ പുരുഷ തുല്യത ലഭ്യമാക്കുക എന്നത് ഭരണകൂടത്തിന്റെ കടമയാക്കിയ UN ഉടമ്പടി ഏത്? ഓപ്ഷൻ ഡി 1979. മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡന്റ് ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതി. പട്ടികജാതി വിഭാഗത്തിനായുള്ള ദേശീയ കമ്മീഷൻ നിലവിൽ വന്ന വർഷം അല്ലെങ്കിൽ ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്ന വർഷം? ഉത്തരം ഓപ്ഷൻ ബി 2004. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദേശീയ വനിതാ കമ്മീഷൻ പ്രസിദ്ധീകരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ദേശീയ വനിതാ കമ്മീഷൻ പ്രസിദ്ധീകരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ രാഷ്ട്രമഹിള. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ പ്രസിദ്ധീകരണമാണ് സ്ത്രീശക്തി. ഇന്ത്യയിൽ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? ഇന്ത്യയിൽ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? ഉത്തരം ഓപ്ഷൻ ഡി 1993 ഒക്ടോബർ 12. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി രംഗനാഥ് മിശ്ര. അടുത്ത ചോദ്യം,
പൗരന്മാർക്കു വേണ്ടിയുള്ള ദേശീയ കൗൺസിലിന്റെ അധ്യക്ഷനാര്? മുതിർന്ന പൗരന്മാർക്കു വേണ്ടിയുള്ള ദേശീയ കൗൺസിലിന്റെ അധ്യക്ഷനാര്? ഉത്തരം ഓപ്ഷൻ ഡി, കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ വകുപ്പ് മന്ത്രി. പോസ്കോ നിയമം എന്നാൽ എന്താണ്? പോസ്കോ എന്നതിന്റെ പൂർണ്ണ രൂപം. 2017 ചോദ്യമാണിത്. ഉത്തരം ഓപ്ഷൻ സി, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്. എന്താണ് പോസ്കോ എന്ന് പറഞ്ഞാൽ? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് പ്രവർത്തനം ആരംഭിച്ച വർഷം? ദേശീയ ബാലാവകാശ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ച വർഷം? ഉത്തരം ഓപ്ഷൻ സി, 2007. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പട്ടികവർഗ ക്ഷേമകാര്യങ്ങൾക്കായി ഒരു പ്രത്യേക മന്ത്രി നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്ന സംസ്ഥാനമേത്? 2017 ചോദ്യമാണ്. ഉത്തരം ഓപ്ഷൻ സി, മധ്യപ്രദേശ്. അടുത്ത ചോദ്യം, ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷം? ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷം? ഉത്തരം ഓപ്ഷൻ ബി, 2013. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നത് 2013. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ സ്ഥാപന പദവി നൽകിയത്? ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ സ്ഥാപന പദവി നൽകിയത്? ഉത്തരം ഓപ്ഷൻ സി, 102 ഭരണഘടനാ ഭേദഗതി പ്രകാരം. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ആദ്യത്തെ ചെയർമാൻ? ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, കൻവർ സിംഗ്. അടുത്ത ചോദ്യം, സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം? സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം? ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഉത്തരം ഓപ്ഷൻ ഡി, 1961. അടുത്ത ചോദ്യം, ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വിമൻ അല്ലെങ്കിൽ ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വിമൻ പ്രൊഹിബിഷൻ ആക്ട് പാസാക്കിയ വർഷം? ഉത്തരം ഓപ്ഷൻ ഡി, 1986. ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള നിയമമായ പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് നിലവിൽ വന്നത് 1990 ജനുവരി 30-നാണ്. ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26-നാണ്. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് 1961-ലാണ്. പോക്സോ ആക്ട് അല്ലെങ്കിൽ പ്രിവെൻഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് നിലവിൽ വന്നത് 2012-ലാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്തത്, ദേശീയ വനിതാ കമ്മീഷൻ രൂപീകൃതമായ വർഷം? ദേശീയ വനിതാ കമ്മീഷൻ രൂപീകൃതമായ വർഷം? ഉത്തരം ഓപ്ഷൻ ബി, 1992. ഇന്ത്യയിൽ ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നതെന്ന്? ഇന്ത്യയിൽ ഗാർഹിക പീഡന നിരോധന നിയമം അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് പ്രിവെൻഷൻ ആക്ട് നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ സി, 2006 ഒക്ടോബർ 26. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആരായിരുന്നു? കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി, സുഗതകുമാരി. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ളതാണെങ്കിൽ മറുപടി നൽകേണ്ട സമയപരിധി അവസാനിക്കുന്നത്?
ഉത്തരം ഓപ്ഷൻ ഡി 48 മണിക്കൂർ. ടെലഫോണിലൂടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ഉത്തർപ്രദേശ്. അടുത്ത ചോദ്യം, 1986 ഉപഭോക്തൃ സംരക്ഷണ അവകാശ നിയമത്തിനു പകരമായി കൊണ്ടുവന്ന നിയമമേത്? 1986 ഉപഭോക്തൃ സംരക്ഷണ അവകാശ നിയമത്തിനു പകരമായി കൊണ്ടുവന്ന നിയമം? ഉത്തരം ഓപ്ഷൻ എ ഉപഭോക്തൃ അവകാശ നിയമം 2019. ദേശീയ പട്ടികജാതി കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. ദേശീയ പട്ടികജാതി കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 338. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം. ചെയർമാൻ ഉൾപ്പെടെയാണ് ചോദിച്ചിരിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ചെയർമാൻ ഉൾപ്പെടെ. ഉത്തരം ഓപ്ഷൻ ബി 6. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ ബി കേന്ദ്ര സർക്കാരിന്. പ്രിലിംസിലെ ചോദ്യമായിരുന്നു ഇത്. അടുത്ത ചോദ്യം, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ. നിലവിലെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ. ഇതുപോലെയുള്ള വസ്തുതകൾ നിങ്ങൾ എക്സാമിന് തൊട്ടു മുമ്പ് ഒന്ന് റീചെക്ക് ചെയ്യണം, കാരണം ഇവരുടെ സ്ഥാനം മാറാം. ഉത്തരം ഓപ്ഷൻ ബി വിജയ് സമ്പല്ല. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ 15(1) എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ 15(1) എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷന്റെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനമായി ആചരിക്കുന്ന ദിവസം. ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനമായി ആചരിക്കുന്ന ദിവസം എന്നാണ്? ഉത്തരം ഓപ്ഷൻ സി ഡിസംബർ 18. ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനമാണ് ഡിസംബർ 18. 2 തവണ വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ച വനിതയാര്? 2 തവണ വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ച വനിതയാരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഗിരിജ വ്യാസ്. അടുത്ത ചോദ്യം, കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. വിത്ത് ഡേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി 1996 മാർച്ച് 14. കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1996 മാർച്ച് 14. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിതയാര്? കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത? ഉത്തരം ഓപ്ഷൻ സി ദീപക് സന്ധു. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന വിവരങ്ങളിൽ ഏതെല്ലാമാണ് വിവരാവകാശ നിയമപ്രകാരം നൽകാൻ കഴിയുന്ന വിവരങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. അതായത് തന്നിരിക്കുന്നതിൽ ആദ്യത്തെ 2 കാര്യങ്ങളാണ് വിവരാവകാശ നിയമപ്രകാരം നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ, പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസാക്കപ്പെട്ട വർഷം. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസാക്കപ്പെട്ട വർഷം. ഉത്തരം ഓപ്ഷൻ സി 1993. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് താഴെ പറയുന്നതിൽ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. ഉത്തരം
ഓപ്ഷൻ സി 1998 ഡിസംബർ 11. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രണ്ടാമത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രണ്ടാമത്തെ ചെയർപേഴ്സൺ 2017 ചോദ്യമാണിത്. ഉത്തരം ഓപ്ഷൻ ബി MN വെങ്കടചെല്ലയ്യ. അടുത്ത ചോദ്യം. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. അതായത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയുമാണ്. ശരിയാണ്. പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ സ്പീക്കർ എന്നിവർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കമ്മിറ്റിയിൽ അംഗങ്ങളാണ്. ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ. 3 പ്രസ്താവനയും ശരിയായിരുന്നു. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ എന്ന സംഘടനയുടെ പ്രവർത്തന ഫലമായി രൂപം കൊണ്ടത് താഴെ പറയുന്നതിൽ എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി വിവരാവകാശ നിയമം 2005. അടുത്ത ചോദ്യം. ദേശീയ വനിതാ കമ്മീഷൻ രൂപീകൃതമായ വർഷം? ദേശീയ വനിതാ കമ്മീഷൻ രൂപീകൃതമായ വർഷം? ഉത്തരം ഓപ്ഷൻ ബി 1992. അടുത്ത ചോദ്യം. ചുവടെ പറയുന്നവയിൽ ഏതെല്ലാം സ്ഥാപനങ്ങളാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്? താഴെ തന്നിരിക്കുന്നതിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. അതായത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണ്. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. സേവനാവകാശ നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ശരിയാണ്. കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്നത് 2012 നവംബർ 1 അതും ശരിയാണ്. ഭക്ഷ്യസുരക്ഷാ ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2013 സെപ്റ്റംബർ 12 അതും ശരിയാണ്. അപ്പൊ ഇന്നത്തെ ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഈ ഒരു എക്സാമിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളതും കമന്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്